ഇന്നലെ മുറിച്ച് വെച്ചതാണ്, മൂത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കിച്ചണിൻ്റെ ബാക്കിൽ കുറച്ച് സ്ഥലം വാഴയ്ക്കൊക്കെ വേണ്ടി നട്ടിട്ടുണ്ടെന്ന് ഞാൻ മുൻ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതേ വാഴ അതിൻ്റെ കൊല എടുത്ത് കഴിഞ്ഞതിന് ശേഷം വാഴപ്പിണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് അരിയുന്നതും കറി വയ്ക്കുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. വാഴപ്പിണ്ടി നമുക്ക് എല്ലാത്തിനും നല്ലതാണല്ലോ. വാഴയുടെ വാഴപ്പിണ്ടി കുടപ്പനും ഒക്കെ ഞാൻ എടുത്തു, ഒന്നും കളഞ്ഞില്ല. കുടപ്പനൊക്കെ ഉണ്ടായപ്പോൾ അത് പറിക്കേണ്ട സമയത്തൊക്കെ എടുത്തു കേട്ടോ. ഇനിയിപ്പോൾ ഇതേ 2 വാഴയുണ്ട്, ബാക്കി ഇവിടെ ഉണ്ടായിരുന്നതെല്ലാം ഇത്രയും സ്ഥലത്താണ് നിന്നിരുന്നത് കേട്ടോ വാഴ കേട്ടോ. ഇനിയിപ്പോൾ ഇത് അവിടെ ഏത്തയാണ് വെച്ചിരിക്കുന്നത്, 2 ഏത്തവാഴ അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇതിവിടെ ഒരു ഏത്ത നിൽക്കുന്നുണ്ട്, ഏത്തവാഴ നിൽക്കുന്നുണ്ട്. പിന്നെ ഞാലിപ്പൂവൻ കിച്ചനോട് ചേർന്നാണ് അത് നിൽക്കുന്നത്. ഇതാണ് എൻ്റെ കിച്ചണിൻ്റെ ബാക്ക് ഭാഗത്തെ കൃഷിത്തോട്ടം കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള എല്ലാം നട്ടിട്ടുണ്ട്. ഇതേ മഞ്ഞൾ കണ്ടോ, മഞ്ഞൾ പറിച്ച് പൊടിച്ച വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് വളരട്ടെ, അടുത്ത വർഷം നമുക്കിതെടുത്ത് ശരിയാക്കാം. വീടിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് ഞാൻ ഇതൊക്കെ വെച്ചിരുന്നത് കേട്ടോ. സൈഡ് ഭാഗത്തായിരുന്നു. ഇപ്പോൾ കിച്ചണിൻ്റെ വർക്ക് ഏരിയയുടെ അടുത്തായിട്ടാണ്. ഈ വർക്ക് ഏരിയയുടെ വാതിൽ തുറന്നാൽ നമുക്ക് വന്ന് വേണമെങ്കിൽ മുളക് പറിച്ചെടുക്കാമല്ലോ. എന്തോരം കാന്താരി മുളക് ഉണ്ടായേക്കണേ നോക്കി കണ്ടോ. അവിടെ ആവശ്യത്തിനുള്ളത് കിട്ടും. അതുപോലെ പനിക്കൂർക്ക, പിന്നെ അതിൻ്റെ കൂടെ ഞാൻ തുളസി നട്ട് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ഇത്തിരി തുളസിയുടെ ഇലയും പനിക്കൂർക്കയൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ആ കിച്ചണിൻ്റെ ബാക്കിൽ തന്നെ ഉണ്ട്. അപ്പം അങ്ങനെ അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഈ ഉള്ള സ്ഥലത്ത് നട്ടിട്ടുണ്ട് കേട്ടോ. ഈ മുളകും തൈയൊക്കെ കഴിഞ്ഞ വർഷത്തെയൊക്കെ മാറി. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന മുളകെല്ലാം ഉണങ്ങി കഴിഞ്ഞപ്പോൾ അതൊക്കെ പറിച്ചത് പുതിയ തൈ വെച്ചിട്ടുണ്ട്, വളർന്നു വരുന്നതാണ് കേട്ടോ. പല തരത്തിലുള്ള മുളകും തൈ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ മുളക് ഉണ്ടാകട്ടെ, ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. 5 തരത്തിലുള്ള മുളകുണ്ട്. വള്ളിച്ചീര, ഇഞ്ചി നട്ടിരിക്കുന്നു. എന്താ നമ്മുടെ ആവശ്യത്തിനുള്ള ഇഞ്ചി നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ എടുക്കാം. വാഴയുടെ പിണ്ടിയാണ് കേട്ടോ. ഞാനിത് അരിഞ്ഞ് കുറച്ച് തോരൻ ഉണ്ടാക്കണം ഇന്ന്. പിന്നെ ഇത്തിരി ചെറുപയറിട്ട് വെക്കണം. അപ്പോൾ ഇന്നിത് അരിഞ്ഞ് വേവിച്ച് കുറച്ച് ഇന്നെടുക്കും, ബാക്കി വേറൊരു ദിവസം എടുക്കും. വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എടുക്കാമല്ലോ. ഇതിങ്ങനെയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഇതിൻ്റെ നൂലിങ്ങനെ കാണിച്ച് എല്ലാം ഒരേ രീതിയിൽ ഇങ്ങനെ ആക്കിയെടുക്കുവാണെങ്കിൽ സുഖമാണ്.